ഞാൻ എലിസബത്താണ്. ആക്ച്വലി ഞാൻ ഇടയ്ക്ക് വീഡിയോ ചെയ്യണം, പഴയപോലെ നോർമൽ വീഡിയോ ചെയ്യണം, സേഫാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ അതുപോലത്തെ ഒരു അങ്ങനെ പറ്റുന്നില്ല, അങ്ങനത്തെ വീഡിയോ ചെയ്യാനൊന്നും പറ്റുന്നില്ല. പിന്നെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കുറേ ചതികൾ നടക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പറയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ എന്താ ചെയ്യുക, ആക്ച്വലി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എലിസബത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ലായിരുന്നു. ഭയങ്കരമായിട്ട് അതിന് മുമ്പ് ബാലയ്ക്കെതിരെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഇടയ്ക്ക് വന്നിട്ട് ഒരു വീഡിയോ ഇട്ടത് ഞാൻ ഇങ്ങനത്തെ കണക്ക് കേസ് കൊടുത്തിട്ടുണ്ട്, അത് അതിൻ്റെ ഭാഗമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു പുള്ളിക്കാരി എന്ത് ചെയ്യുന്നു വീഡിയോ അവസാനം ഇട്ടത്. അതിനുശേഷം ഇപ്പം കഴിഞ്ഞ ദിവസമാണ് ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. അതിനകത്ത് വോയിസ് മാത്രമേ ഉള്ളൂ. ആ ഒരു വോയിസിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നെ കുറേയധികം പേര് ചതിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, അതൊന്നും എനിക്കറിയാവുന്നവരൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ക്ലിപ്പിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനകത്ത് വോയിസ് മാത്രമേ ഉള്ളൂ. ഒരു വോയിസിനകത്ത് ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇനിയിപ്പം മുമ്പോട്ട് പോകുന്നതിനെക്കുറിച്ചൊക്കെ എനിക്ക് ഡൗട്ടാണ്, ഇതൊക്കെ നടക്കുമോ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഡൗട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ ഫുള്ള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ എലിസബത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, അതിനകത്ത് കിടക്കുന്നതാണ്. അതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. എനിക്കിനിയിപ്പം ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമൊക്കെ ഭയങ്കരമായിട്ട് ഡൗട്ടാണ്. ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എന്നെ കുറേയധികം പേര് ചതിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സംഭവം വീഡിയോസായിട്ട് ഓരോ സമയത്ത് ഇടുന്ന സമയത്ത് നമ്മളെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഇതെല്ലാം ഇങ്ങനെ നടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എന്തും ചെയ്യാൻ സാധിക്കും, നമുക്ക് എന്തുവാന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് എന്നിരുന്നാലും ശരി മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ള കാര്യം എലിസബത്ത് ആ ഒരു വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യും. എല്ലാവരും പറഞ്ഞു കേസ് കൊടുക്കാൻ പറഞ്ഞു. ആ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് അവസാനമായിട്ട് ഇട്ട അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ വന്ന ഒരു മുഖം പോലും കാണിക്കാതെ വോയിസ് മാത്രമായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ബാധിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സംഭവം കൊണ്ടെന്ന് നമുക്ക് മനസ്സിലാവാം. മുഖം പോലും കാണിക്കാൻ പറ്റാത്ത അങ്ങനെ വോയിസായിട്ട് മാത്രം ഇടണമെങ്കിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ മെയിനായിട്ട് കാര്യം പറയുന്നത് നിങ്ങളെല്ലാവരും അറിയണം എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് എന്നാണ് എലിസബത്ത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്കിപ്പം ഒന്നും അതിനെക്കുറിച്ച് ഫുള്ളായിട്ട് അറിയാനോ ഒന്നും തന്നെ പറ്റില്ല. അത് എലിസബത്ത് അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസായിട്ട് പറഞ്ഞാൽ മാത്രമേ എന്താണ് ശരിക്കും എലിസബത്തിന് നടക്കുന്നതെന്നുള്ളത് കാര്യം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞാലും അതിപ്പം ബാലയുടെ കാര്യമായാലും ശരി എന്തായാലും ശരി നമുക്കത് ഫുള്ളായിട്ട് പറയാനോ ഒന്നും തന്നെ പറ്റത്തില്ല. എന്നിരുന്നാലും ഇപ്പോഴത്തേനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. എലിസബത്ത് നല്ല രീതിയിൽ ജീവിതത്തിൽ മുമ്പോട്ട് പോട്ടെ, ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം കിട്ടട്ടെ എന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. ഇപ്പം നിയമം കറക്റ്റായിട്ട് രീതിയിൽ ഫോളോ ചെയ്യുന്ന കുറേ അധികം ആൾക്കാരുണ്ട്, ചില ഫോളോ ചെയ്യാത്തവരും ഉണ്ട്. ഇപ്പം നിയമത്തിൻ്റെ വഴി പോയിട്ട് അത് കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിയമമാണല്ലോ ഇവിടുത്തെ അവസാനത്തെ ഒരു കാര്യം. അപ്പോഴത്തേന് അതുപോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴത്തേന് അതിലും ചിലർ ചതിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴത്തേന് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പം കൂടെ നിൽക്കുന്നവർ ഒറ്റാൻ ശ്രമിക്കുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചിലപ്പോൾ എലിസബത്ത് ഉദ്ദേശിച്ചത് എന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. എന്നായിരുന്നാലും മൊത്തത്തിൽ പറയണമെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് എലിസബത്ത് വീഡിയോ ഇട്ടാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. സോ ഇതിനെക്കുറിച്ചൊരു ഫുള്ളായിട്ടൊരു വീഡിയോ ചിലപ്പോൾ എലിസബത്ത് ഇടാൻ ചാൻസ് കാണാം. അപ്പോൾ മാത്രമേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. എന്നിരുന്നാലും ശരി, എലിസബത്തിന് നല്ല രീതിയിൽ ഇന്ന് മുമ്പോട്ട് പോകാൻ പറ്റട്ടെ എന്നൊരു കാര്യമാണ് ഞാൻ പേഴ്സണലായിട്ട് ആഗ്രഹിക്കുന്നത്. അത് നല്ല രീതിയിൽ മുമ്പോട്ട് ജീവിച്ച് കാണിക്കാൻ പറ്റട്ടെ എന്നത് ആണ് എൻ്റെ ഒരു ആഗ്രഹം.